അപ്പം വർക്ക് ആൻഡ് വേജസ് ആണ് നമ്മുടെ ഇവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേജ് നമ്മൾ കൊടുക്കുന്നത് വർക്കിൻ്റെ റേഷ്യോ ആണ്. സോ വർക്കിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയാണ് വേജിൻ്റെ റേഷ്യോ. അത് ഇത്രയേ ഉള്ളൂ. വർക്ക് എത്രത്തോളം ചെയ്യുന്നു ആ രീതിയിൽ പൈസ കൊടുക്കുക. ജോലി കൂടുതൽ ചെയ്താൽ കൂടുതൽ പൈസ, അങ്ങനെ. ഓക്കെ, വർക്കിൻ്റെ റേഷ്യോ ഇസ് സെയിം as വേജ് റേഷ്യോ. സോ വേജ് റേഷ്യോ ആൻഡ് വർക്ക് റേഷ്യോ ആർ സെയിം. അവർ മെയിൻ കൺസെപ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് വെക്കുന്ന ടൈം വന്നിട്ടുണ്ട് 12, 14, 20. ഓക്കെ, ടൈം. നമുക്ക് എഫിഷ്യൻസി വേണം, വർക്ക് നമ്മൾ അസ്യൂം ചെയ്യണം. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു ഇവരുടെ LCM ആയിട്ടുള്ള 240 യൂണിറ്റ് ആണ് വർക്ക്. സോ എയുടെ എഫിഷ്യൻസി അപ്പോൾ എത്ര വരും? 20 യൂണിറ്റ് പെർ ഡേ. ഇവിടെ ഡേ ആയതുകൊണ്ട് ഡേ. ഓക്കെ, 15 യൂണിറ്റ് പെർ ഡേ, 12 യൂണിറ്റ് പെർ ഡേ. അപ്പോൾ ഈ ആൾക്കാരുടെയും എഫിഷ്യൻസിയും കിട്ടും. ഇനി A+B+C വർക്ക് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ അവർ പറയുന്നുണ്ട് A+B+C കംപ്ലീറ്റ് ചെയ്യാണ് ഈ വർക്ക്. അപ്പോൾ അതിനർത്ഥം എന്താണ്? A+B+Cയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ട് ആയിട്ട് A+B+C 3 പേരും കൂടെ വർക്ക് ചെയ്ത് എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഇല്ല. അതിന് കാരണം എന്താ പറയാം. ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ ഇവിടെ വരും. സോ അതിനെ നമ്മൾ 240 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ടൈം കണ്ടുപിടിക്കും. ഞാൻ കിട്ടിയ വാല്യൂ ഞാൻ M എന്ന് എടുത്തു വെച്ചു. ഓക്കെ, സോ ആ കിട്ടിയ വാല്യൂ M എന്ന് എടുത്തു. അതായത് M ദിവസം ഇവർ 3 പേരും കൂടെ നിന്നാൽ ഈ പരിപാടി തീരും. അപ്പം ആ ഒരു M എന്ന് പറയുന്ന ആ ഒരു ടൈം ലൈനിൽ എയുടെ മാത്രം കേസ് ഞാൻ പറഞ്ഞാലോ, M എന്ന് പറയുന്നത് ഒരു ദിവസം A 20 വർക്ക് ചെയ്യും. അങ്ങനെ ഇപ്പോൾ എത്ര ദിവസം നിൽക്കുന്നുണ്ട്? M ദിവസം നിൽക്കുന്നുണ്ട്. അപ്പം M ദിവസം കൊണ്ട് A മാത്രം ചെയ്യുന്നത് ഒള്ളി A ആണ്. ഇത് ഒള്ളി A ഡൂയിങ് വർക്ക്, ആകെ A മാത്രം ചെയ്യുന്ന വർക്ക്. പ്ലസ് ഈ പറഞ്ഞ M ടൈം ലൈനിൽ B നിൽക്കുന്നുണ്ടല്ലോ, B ഒരു ദിവസം 15 വർക്ക് ചെയ്യും. അങ്ങനെ M ദിവസം B എന്ത് ചെയ്യുന്നു? ഒള്ളി B ഡൂയിങ് വർക്ക്, ഒള്ളി B's വർക്ക്. ഓക്കെ, അതുപോലെ ഈ M ടൈം ലൈനിൽ ആര് നിൽക്കുന്നുണ്ട്? C നിൽക്കുന്നുണ്ട്. C ഒരു ദിവസം 12 ചെയ്യും. അങ്ങനെ M ദിവസം C നിന്നാൽ C 12 × M അത്രയും വർക്ക് ചെയ്യും. അങ്ങനെ ഇവർ 3 പേരും കൂടെ നിന്ന് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ്. ഓക്കെ, അപ്പം ഇതിനർത്ഥം എയുടെ വർക്ക് ഇത്രയാണ് A മാത്രം ചെയ്ത വർക്ക്, ഇത് ഇത്രയും B മാത്രം ചെയ്ത വർക്ക്, ഇത് C മാത്രം ചെയ്ത വർക്ക്. ഞാൻ പറഞ്ഞു വേജിന്റെ റേഷ്യോ വർക്കിംഗ് റേഷ്യോക്ക് തുല്യമാണ്. സോ വേജ് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? വേജ് റേഷ്യോ എന്ന് പറയുന്നത് M × 20 = 15 × M = M × 12 എന്ന് വരും. സോ A, B, C. M നമുക്ക് കോമൺ ആയിട്ട് വിട്ടാലോ. സോ റേഷ്യോ 20:15:12. അപ്പോൾ ഇതിനർത്ഥം ഇത്രയാണ്. ഇതിൽ നമുക്ക് മനസ്സിലായ കാര്യം, വർക്കിന്റെ റേഷ്യോയിലാണ് നമ്മൾ വേജ് കൊടുക്കുന്നതെങ്കിലും ഇതിൽ എല്ലാവരും തുല്യ സമയത്തേക്കാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ ആയിട്ട് M എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായി വെട്ടിപ്പോയിട്ട് എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നെ ആയിട്ട് വരും വർക്ക് റേഷ്യോ. സോ ഇഫ് ടൈം ഈസ് കോൺസ്റ്റന്റ്, അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. വർക്ക് റേഷ്യോ ഈസ് സെയിം ആസ് എഫിഷ്യൻസി റേഷ്യോ. അപ്പോൾ സമയം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്കിന്റെ റേഷ്യോ എടുക്കുന്നതും എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കുന്നതും തുല്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണ്ടത് വേജ് കൊടുക്കണമെങ്കിൽ വർക്ക് റേഷ്യോ വേണം. വർക്ക് റേഷ്യോ എന്ന് പറയുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നെയാണ്. സോ നമുക്ക് കൊടുത്ത് കിട്ടും. സോ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ അവർ കൊടുത്ത പൈസയാണ് 35-25. അതായത് 47 യൂണിറ്റ് ആണ് 35-25. നമുക്ക് വേണ്ടത് എയുടെ ഷെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ എ കിട്ടുന്നത് 35-25/47 × 20. ഇത് വെട്ടും ഇത് 75 തവണ അടങ്ങും. സോ 75 × 20 which is equal to this is the correct answer. നമ്മൾ എപ്പോഴും കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആൻഡ് വേജ് എന്നല്ല നമ്മൾ ഇതുവരെ എല്ലാം ചെയ്ത ക്വസ്റ്റിലും ഈ ടൈമിന്റെ ആവശ്യകത നമുക്ക് പകുതിയോളം കേസുകളിലും ഇല്ല. നമുക്ക് എപ്പോഴും ആവശ്യകത വരുന്നത് എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ടൈമിന്റെ ആവശ്യകത നമുക്ക് വരുന്നില്ല. എന്നാലും മെയിൻലി നമ്മൾ എഫിഷ്യൻസിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേജസിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഈ കേസിൽ A+B+C വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം എന്ന് നമുക്ക് തോന്നും. പക്ഷേ വർക്ക് ആൻഡ് വേജസിന്റെ കേസിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. A+B+C ഒരുമിച്ച് വർക്ക് ചെയ്താലും അതിനകത്ത് A എത്ര വർക്ക് ചെയ്തു, B എത്ര വർക്ക് ചെയ്തു, C എത്ര വർക്ക് ചെയ്തു, അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ അവർ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു അങ്ങനത്തെ കേസല്ല. അത് ഓവറോൾ കേസല്ല. എല്ലാ ബേസിക് ആയിട്ട് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ആദ്യ ക്വസ്റ്റൻസിലെല്ലാം A+B+C ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ എഫിഷ്യൻസി, അങ്ങനെ നമുക്ക് അങ്ങനത്തെ കേസുകളാണ് വരുന്നത്. പേജിൽ വരുമ്പോൾ ഇപ്പോൾ A+B+C ഒരുമിച്ച് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ A ആദ്യം വർക്ക് ചെയ്തു, ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ട് പോയി, B പിന്നെ വർക്ക് ചെയ്തു. സോ നമുക്ക് മൊത്തത്തിൽ അവരെ ഓരോരുത്തരും എത്ര വർക്ക് ചെയ്തെന്ന് വേണ്ടത്. കാരണം നമുക്ക് പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഓരോരുത്തർക്ക് നമ്മളൊന്നുമില്ല, പണി കഴിഞ്ഞ അവസാനം നമ്മൾ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോരുത്തർക്ക് വേണം നമ്മൾ കൊടുക്കണം. ഓവറോൾ കേസല്ല നമ്മൾ പരിഗണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ A മാത്രം എത്ര വർക്ക് ചെയ്തു, B മാത്രം എത്ര വർക്ക് ചെയ്തു, C മാത്രം എത്ര വർക്ക് ചെയ്തു, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇവിടെ കാണേണ്ടത്. അതാണ് ഈ വർക്ക് ആൻഡ് വേജിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ആൻഡ് വേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ A, B, C കൂടെ കോൺട്രാക്ട് എടുത്ത് 550 രൂപയ്ക്കാണ്. പക്ഷേ എയും ബിയും കൂടെ ചേർന്ന് 11 യൂണിറ്റ് വർക്ക് ഉണ്ടെങ്കിൽ, അതായത് 7/11 ഓഫ് വർക്ക് എന്ന് പറയുന്നത്, ഇത് 11 യൂണിറ്റ് ആയിട്ട് ഭാഗിച്ചാൽ വർക്ക് 11 യൂണിറ്റ് ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 7 യൂണിറ്റ് A ആൻഡ് B ചെയ്യും. C എത്രയും? C അപ്പോൾ എത്രയും? 4 യൂണിറ്റ് ചെയ്യും. അപ്പം 11 കട്ടകളാക്കി തിരിച്ചാൽ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ടിനെ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ടിനെ 11 കട്ടകളാക്കി തിരിച്ചാൽ അതിൽ 7 യൂണിറ്റ് A ആൻഡ് B ചെയ്യും, C 4 യൂണിറ്റ് ചെയ്യും. അതായത് വർക്കിന്റെ 7 യൂണിറ്റ്, വർക്കിന്റെ 4 യൂണിറ്റ്. അപ്പോൾ വർക്ക് തന്നെ തന്നിരിക്കുന്നത്. വർക്കിന്റെ റേഷ്യോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7:4 കിട്ടി. അപ്പം മൊത്തത്തിൽ എത്ര രൂപയ്ക്ക് ഒരു കോൺട്രാക്ട് എടുത്തത്? 550 രൂപയ്ക്ക്. അപ്പോൾ ഇത് എത്ര? 11 യൂണിറ്റ് ആണ് 550. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ആരുടേതാണ്? നമ്മുടെ ചോദിച്ചിരിക്കുന്നത് സിക്ക് എത്ര കിട്ടും എന്നുള്ളതാണ്. സിക്ക് എത്ര കിട്ടും? 4 യൂണിറ്റ് കിട്ടും. 200 ഇതിന്റെ ആൻസർ. തന്നെ 2 മെൻ ഉണ്ട്. ഞാൻ അയാളെ മെൻ 1 എന്നും മെൻ 2 എന്നും വിളിക്കുന്നു. മെൻ 1 മാത്രം വർക്ക് ചെയ്താൽ 6 ദിവസം കൊണ്ട് തീരും. മെൻ 2 മാത്രം വർക്ക് ചെയ്താൽ 8 ദിവസം കൊണ്ട് തീരും. സോ നമുക്കൊരു വർക്ക് അസ്യൂം ചെയ്യാം. സോ ഇവരുടെ LCM ആയിട്ടുള്ള 24 യൂണിറ്റ് ഞാൻ വർക്ക് അസ്യൂം ചെയ്താൽ എഫിഷ്യൻസി ഓഫ് മെൻ 1 എന്താണ്? 4. എഫിഷ്യൻസി ഓഫ് മെൻ 2 എന്താണ്? 3. അപ്പോൾ ഈ ഒരു ബോയുടെ കേസ് ഉണ്ട്. ബോയുടെ കേസും കാര്യത്തിൽ അവിടെ നിന്നോട്ടെ. ബോയുടെ ഒന്നും നമുക്ക് അറിയത്തില്ല. വന്നിട്ട് M1 + M2 + ബോയ്, ഇവർ 3 പേരും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത്? 3 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. സോ 24 വർക്കുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. 24 വർക്കുണ്ട്,
ടൈം 3 ഉണ്ട്, എഫിഷ്യൻസി നമുക്ക് അറിയത്തില്ല. സോ എഫിഷ്യൻസി എന്ത് കിട്ടും? 24/3 8 എന്ന് കിട്ടും. അപ്പം 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 8 ആണ്. അതിൽ ഇവർ 2 7 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? ആ 8-ൽ നിന്നും ഈ 4 3 കൂടെ കൂട്ടുന്ന 7 കുറച്ചപ്പോൾ 1 ആണ് ബിയുടെ എഫിഷ്യൻസി. ഓക്കെ, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആ ബോയ്ക്ക് എത്ര പൈസ കിട്ടുമെന്ന. മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്ത് 200 രൂപയ്ക്കാണ്. അപ്പോൾ അറിയാലോ ഇവർ 3 പേരും കൂടെ ഒരേ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവർ 3 പേരും കൂടെ ഇപ്പോൾ 3 ദിവസത്തേക്കാണ് വർക്ക് ചെയ്യുന്നത്. സോ 3 ദിവസത്തേക്ക് വർക്ക് ചെയ്യുമ്പോൾ പറയില്ല, സമയം ഒരേ സമയമാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നെയാണ് വർക്കിൻ്റെ റേഷ്യോ. വർക്കിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 4:3:1 എന്ന് വരും. സോ അതിനർത്ഥം 8 യൂണിറ്റ് ആണ് 200. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ബോയുടേതാണ്. ബോയുടെ എത്ര? 1 യൂണിറ്റ്. സോ 25 വരും ഇതിൻ്റെ ഉത്തരം. 2 മെന്നും 4 ബോയും കൂടെ 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ 4 മെന്നും 5 ബോയും കൂടെ 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ടൈം വന്നിട്ടുണ്ട്. നമുക്കിവിടെ എഫിഷ്യൻസി എന്താ എഴുതാം? ഇവിടെ തിരിച്ചും എഴുതാം. റേഷ്യോയുടെ ഓപ്പോസിറ്റ് റേഷ്യോ. നമുക്ക് ഇവിടുത്തെ റേഷ്യോ അപ്പം ഇത്ര യൂണിറ്റ് ആണ് എഫിഷ്യൻസി, ഇവിടെ 5 യൂണിറ്റ് ആണ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ വർക്ക് 3 മൾട്ടിപ്ലൈ 30 യൂണിറ്റ് ആണ് നമ്മൾ വർക്ക് അസ്യൂം ചെയ്തത്. 30 യൂണിറ്റ് അസ്യൂം ചെയ്ത് തിരിച്ച് എഴുതാൻ കുഴപ്പമൊന്നുമില്ല, രണ്ട് സെയിം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡെയിലി വേജസ് ഓഫ് എ മാൻ ആൻഡ് എ ബോയ്. മാൻ്റെയും ബോയുടെയും എന്നിട്ട് 2 പേരെ പറയുന്നുള്ളൂ, മാനും ബോയും. അവരുടെ ഡെയിലി വേജസിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും മാനിൻ്റെ എഫിഷ്യൻസിയെ ME എന്നും ബോയുടെ എഫിഷ്യൻസിയെ BE എന്നും സൂചിപ്പിക്കാം. സോ ഒരു മാനിന് ME എഫിഷ്യൻസി ഉണ്ട്. ഇവിടെ പറയുന്ന മാൻസ് എല്ലാം സെയിം മാനുകളാണ്. സോ ഒരു മാനിന് ME എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇവിടെ 2 മാനുണ്ട്. സോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ME എന്ന് പറയുന്ന ഒരു മാനിൻ്റെ താഴെ വരുന്ന ഈ മാനിൻ്റെ താഴെ വരുന്ന എഫിഷ്യൻസി എത്ര നമുക്കറിയാം. സോ ഞാൻ അസ്യൂം ചെയ്തു ME എന്നും. ഓക്കെ, അതിനൊക്കെ ബോയിയുടെ താഴെ വരുന്ന എന്താണ് അതിൻ്റെ എഫിഷ്യൻസി എനിക്ക് അറിയത്തില്ല. സോ ഞാൻ BE എന്ന് സൂചിപ്പിക്കുന്നു. സോ ഈ ഒരു കേസ് എടുത്താൽ 2 ME-കളും, അതായത് ME എഫിഷ്യൻസി ഉള്ള 2 പേരും BE എഫിഷ്യൻസി ഉള്ള 4 പേരും കൂടെ എത്ര ദിവസം വർക്ക് ചെയ്യുന്നത്? ഒരു ദിവസം വർക്ക് ചെയ്ത് ഇത്രയും വർക്ക് തീരും. ഇങ്ങനെ ഇവർ 10 ദിവസം വർക്ക് ചെയ്യുന്ന ആ സെയിം വർക്ക് തന്നെയാണ് 4 ദിവസം മെന്നും 5 ദിവസം ബോയ്സും 6 ദിവസം കൊണ്ട് തീർക്കുന്നത്. ഈക്വേഷൻ എഴുതാന്നുള്ളതാണ് മെയിൻ. ഒരു ദിവസം വന്ന് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് 2 മാനും 4 ബോയിയാണ്. സോ ഒരു മാനിന്റെ എഫിഷ്യൻസി ME ആണെങ്കിൽ മാൻ മാത്രം 2 ME-യുടെ ഇത് തീർക്കും. ബോയും കൂടെ നിൽക്കുന്നുണ്ട്, അവർ 4 അവരുടെ എഫിഷ്യൻസി ചെയ്യും. അങ്ങനെ ഒരു ദിവസം അത്രയും തീർക്കും. അങ്ങനെ 10 ദിവസം അവർ വർക്ക് ചെയ്താൽ ആ വർക്ക് തീരും. അപ്പുറത്ത് അതുപോലെ പറയുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ ആ ഒരു കൂട്ടം ഇത്രയും തീർക്കും. അങ്ങനെ 6 ദിവസം ആ കൂട്ടം നിൽക്കുന്നുണ്ട്. അതായത് ഈ കൂട്ടം ഒരു ദിവസം ഇത്രയും വർക്കാണ്, ഈ ഒരു കൂട്ടം ഒരു ദിവസം ഇത്രയും വർക്ക് തീർക്കാൻ 10 ദിവസം ആ കൂട്ടം നിൽക്കുന്നു. സിമിലർലി ഈ കൂട്ടം ഇത്രയും വർക്ക് തീർക്കുന്നുണ്ട്, അങ്ങനെ 6 ദിവസം നിൽക്കുന്നു. അങ്ങനെ ഇവർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് തന്നെയാണ് ഇവർ 6 ദിവസം കൊണ്ട് തീർക്കുന്നത് എന്നുള്ള റേഷ്യോ നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം റേഷ്യോ 5:2, അതായത് 5/2 എന്ന് പറയുന്ന റേഷ്യോയിലോട്ട് നമ്മളെത്തും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പം ആ റേഷ്യോയിലോട്ട് നമ്മളെത്തും. ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഡെയിലി വേജസിന്റെ റേഷ്യോ ആണ്. ഡെയിലി വേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെയിലി വേജിന്റെ റേഷ്യോ ഡെയിലി വർക്കിന്റെ റേഷ്യോ. ഡെയിലി വർക്ക് എന്താണ്? അത് എഫിഷ്യൻസി. അതിൽ ചോദിച്ചിരിക്കുന്നത് മാനിന്റെയും ബോയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണ്? ഇത്രയാണ് നമ്മുടെ ചോദ്യം. അത് കറങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെയിലി വേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഡെയിലി വർക്കിന്റെ റേഷ്യോ നമ്മൾ വിധിക്കുക. നമ്മൾ സാധാരണ എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ ഒരു ദിവസം വർക്കിന്റെ കേസ് മാത്രം പരിഗണിക്കുക. സോ ഒരു ദിവസം വർക്കിന്റെ കേസ് എടുക്കുക എന്ന് വെച്ചാൽ ഒരു ദിവസം എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത് തന്നെ എല്ലാവരുടെ എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:7 ആണെന്ന്. ഓക്കെ, എന്നിട്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 10 എന്ന് പറയുമ്പോൾ 21/2 ഡേയ്സ് ടൈമാണ്. ടൈമും ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമുക്ക് A+Bയുടെ എഫിഷ്യൻസി എന്താ? എയുടെ എഫിഷ്യൻസി പ്രത്യേകം അറിയാം, ബിയുടെ എഫിഷ്യൻസി പ്രത്യേകം അറിയാം. സോ 10. സോ 10 ആണ് A+Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, മൊത്തത്തിലുള്ള ഒരു വർക്കിനുള്ള ഡേറ്റ എല്ലാം ഉണ്ട്. സോ 21/2 × 10 ആണ് വർക്ക് ടൈം ഇൻറ്റു എഫിഷ്യൻസി. സോ നമുക്ക് 105 കിട്ടും. അതായത് മൊത്തത്തിൽ ഇപ്പോൾ ചെയ്ത് തീർക്കാനുള്ള വർക്ക് 105 ആണ്. ഇനി ക്വസ്റ്റ്യൻ വർക്ക് വയ്ക്കുക. 8 ദിവസം അവർ വർക്ക് ചെയ്തു. അപ്പോൾ 8 ദിവസം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്കിന്റെ എത്ര വർക്ക് തീരും? അപ്പോൾ മൊത്തത്തിൽ 105 വർക്ക് ചെയ്യാനുണ്ട്. 8 ദിവസം 2 പേരും കൂടെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ 10 2 പേരും വർക്ക് ചെയ്യുമ്പോൾ 10 ആണ് ഒരു ദിവസം തീരുന്നത്. അങ്ങനെ 8 ദിവസം വർക്ക് ചെയ്തു, അങ്ങനെ 80 വർക്ക് തീരും. അപ്പോൾ റിമൈനിങ് എത്ര? 105 നിന്ന് 80 പോയി കഴിഞ്ഞാൽ 25. സോ ഇനി 25 വർക്ക് ബാലൻസ് കിടപ്പുണ്ട്. അവർ പറഞ്ഞോ 60 റിമൈനിങ് വർക്ക് മൊത്തത്തിൽ ചെയ്യുന്നില്ല. ഇതിന്റെ 60% തീർക്കാൻ എനിക്ക് എത്ര സമയം എടുക്കും? ഓക്കെ, ഇനി റിമൈനിങ് വർക്ക് അല്ലെങ്കിൽ ബാലൻസ് വർക്ക് തീർക്കാനുള്ള സമയമായിരുന്നെങ്കിലോ 60% ഓഫ് ഈ വർക്ക് എത്ര ദിവസം കൊടുക്കും? അത് നമുക്ക് 60% ഇത് കണ്ടുപിടി. 60% എന്ന് പറയുമ്പോൾ 3/5 ആണ്. സോ ഇവിടെ പറയുന്നത് 3/5 of 25 which is equal to 15 വർക്ക് ചെയ്യാൻ എനിക്ക് എത്ര സമയം എടുക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ ചോദ്യം. ഇപ്പം വേറെ ഒന്നും ആലോചിക്കേണ്ട, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 15 വർക്ക് ചെയ്യാൻ എനിക്ക് എത്ര സമയം എടുക്കും? ഒരു ദിവസം 3 വർക്ക് ചെയ്യും. ഒരു ദിവസം 3 വർക്ക് എടുത്ത് എത്രയോ ദിവസം വർക്ക് ചെയ്യുമ്പോൾ 15 വർക്ക് തീരും. സോ ആ വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് മാൻ്റെ അളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്ത് വേണം ചെയ്യാം. നമുക്കറിയാലോ M1 D1 H1, അതായത് M1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മാൻ, ഈ വർക്ക് തന്നെ M2 D2 H2. സോ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാർ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്ത് ഒരു ദിവസം ഇത്ര അവേഴ്സ് വെച്ച് ചെയ്യുന്ന ആ വർക്ക് തന്നെ വേറൊരു ആൾക്കാർക്ക് കൊടുത്താൽ വർക്ക് രണ്ട് സെയിം അല്ലേ? സോ അത് തന്നെ എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളിവിടെ പറയുന്നത് 100 വർക്കേഴ്സ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വരും അതിൻ്റെ 40% കുറവ്, അതായത് 60%. 34 പറയുന്നുണ്ട്, 9 hours per day ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് M D2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
എത്ര ഡേയ്സ് വർക്ക് ചെയ്യാം, സോറി D2 എത്ര ദിവസം 51 ദിവസം വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. H2 ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എല്ലാം കൂടെ ഇട്ടാൽ നമുക്ക് H2 = 10 എന്ന് വരും. 25 പേഴ്സൺസിന് ഇത് 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പേഴ്സണിൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ 25 ഒരാളുടെ ആണെങ്കിൽ 25 പേര് ഒരു ദിവസം എത്ര ചെയ്യും? 25 വർക്ക് ചെയ്യും. അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്തു? 60 ദിവസം ചെയ്തു. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ വർക്ക്. ഈ സെയിം വർക്ക് വേറൊരു കേസിൽ അത് 25 ദിവസം കൊണ്ട് തീരുമായിരുന്നു. അപ്പം 25 പേരും ഈ ഒരു ദിവസം ഇത്രയും തീരുമല്ലോ. അങ്ങനെ X ദിവസം ഇവർ വർക്ക് ചെയ്തോളൂ. എന്നിട്ട് ഇവരിലെ 10 വരെ പോയി ബാലൻസ് എത്രയുണ്ട്? 15 ഈ ഉള്ളവർ, അതായത് 15 പിന്നെ ഒരു ദിവസം ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? മൊത്തത്തിൽ 50 ദിവസം കൊണ്ട് തീർന്നു. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർ 80 - X വർക്ക് അത്രയും ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എഴുതുന്നതാണ് കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ ഒരാളുടെ എഫിഷ്യൻസി എടുത്തു. അങ്ങനെ 25 പേരാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം 25 വർക്ക് തീരും. ഒരു ദിവസം 25 വർക്ക് തീരും. അങ്ങനെ 60 ദിവസം വർക്ക് ചെയ്ത കാര്യം തീരും. പക്ഷേ നടന്നില്ല. 25 പേര് X ദിവസം വർക്ക് ചെയ്തിട്ട് നിന്നപ്പോഴത്തേക്കും അതിൽ നിന്നും എത്ര പേര് പോയി? അതിൽ നിന്നും 10 പേര് പോയി. അപ്പോൾ 15 ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നടക്കുന്ന വർക്ക് അത്രയും വർക്ക് ചെയ്യുന്ന പെട്രോൾ ടൈം എടുത്തു. ഇതിലെല്ലാം സമയം കൂട്ടിയപ്പോൾ എത്ര വന്നു? 80 വന്നു. അല്ല ഇത് X ആണെങ്കിൽ ഇത് 80 - X ആയിരിക്കുമല്ലോ. സോ നമുക്കറിയാം ഈ ഇതിലെല്ലാം കോമൺ ആണ്. ഇത് ഇവിടുന്ന് ഒരു വന്നിട്ടുണ്ട്. ഈ രണ്ട് ടേംസിൽ ഒരു വന്നാൽ ഈ കോമൺ ആയിട്ട് പോകും. ദെൻ നമുക്ക് 25 × 16 which is equal to 25X plus 80 - X × 50. ഇവിടെ നമുക്ക് X സോൾവ് ചെയ്തെടുക്കുമ്പോൾ 30 എന്ന് ഉത്തരം വരും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഒരേ ആൾക്കാർ തന്നെ അവർ വർക്ക് ചെയ്തതും അവർ ഡിവൈഡ് ചെയ്തതും കുറച്ച് പേര് പോയിട്ട് അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ എഫിഷ്യൻസി എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ഉള്ള എഫിഷ്യൻസി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം എടുത്താൽ വെട്ടി പോകും. പിന്നെ എടുക്കാതിരുന്നായിരുന്നു കൊള്ളാമെന്ന് നോക്കുമ്പോൾ C മാത്രം നിന്നാൽ 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. A + B + C 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു സെന്റൻസ് പറയുന്നുണ്ട് A is thrice good as B. അതായത് ഈ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസിയുടെ 3 മടങ്ങാണ്. ഇപ്പം ഞാൻ ബിയുടെ എഫിഷ്യൻസി B എന്ന് എടുക്കുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ത് വരും? അതിൻ്റെ 3 മടങ്ങ് 3B ആയിരിക്കും. ഓക്കെ, ഇത് രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാം. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, പിന്നെ A + B + C ഒരുമിച്ച്. C ഇപ്പം ഞാൻ ഇവരെല്ലാവരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അതായത് A ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന B ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കേസ്, C ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന കേസ്, ഇതെല്ലാം ഒരേ വർക്കാണ് കൊടുക്കുന്നത്. ദാറ്റ് വർക്ക് അത് വർക്കിനെ 48 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും C ഒരു ദിവസം ചെയ്യുന്നത്. അങ്ങനെ 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. A + B + C 16 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം എത്ര ആയിക്കാറ്? ഒരു ദിവസം ചെയ്യും. അങ്ങനെ 16 ദിവസം കംപ്ലീറ്റ് ചെയ്യും. ഇനി എയുടെ കേസിൽ എന്താണ് നിരക്ക്? ബിയുടെ കേസ് അതിൻ്റെ എഫിഷ്യൻസി എന്താണോ അതാണല്ലോ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. സോ അതെഴുതി. ഇത് അതിൻ്റെ 3 ഇരട്ടി. സോ അറിയാലോ, ഈ 3B + B + 1/48. ഇവർ മൂന്നിനോട് ഒരുമിച്ച് ചെയ്യും. ഒരു ദിവസം ഒരുമിച്ച് ചെയ്യുന്നതല്ലേ ഇത്. which is equal to 1/60. ഇവിടെ നമുക്ക് B സോൾവ് ചെയ്തെടുക്കാം. B സോൾവ് 1/96 എന്ന് വരും. സോ അതുകൊണ്ട് തന്നെ ഇത് ബിയുടെ റേറ്റ് ആണ്. ബി ഒരു ദിവസം ബി ഒറ്റയ്ക്ക് നിന്നാൽ B is equal to 1/96 എന്ന് വരും. അതായത് ഇവിടെ 1/96 ഓഫ് ദാറ്റ് വർക്ക്. 6. ഈ മെത്തേഡിൽ നമ്മൾ വർക്കിനെ മറ്റ് യൂണിറ്റുകളായിട്ടൊന്നും അസ്യൂം ചെയ്യാതെ വർക്കിനെ വർക്കായിട്ട് തന്നെ എടുത്തു. നമുക്ക് A, B, C, A + B + C. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 3B ആയിട്ട് എടുത്തു. കാരണം ഇതിൻ്റെ എഫിഷ്യൻസി B ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി. ഇത് നമുക്കറിയാമല്ലോ 1/40. അതായത് ഇത്രയോടും മൊത്തത്തിൽ W വർക്ക് ഉണ്ടെങ്കിൽ ഇയാൾക്ക് 48 ദിവസം പറയുന്നത്. സോ നമുക്ക് W is equal to ടൈമിൻ്റെ എഫിഷ്യൻസി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എഫിഷ്യൻസിയാണ് വേണ്ടത്. സോ എഫിഷ്യൻസി is equal to വർക്ക് ഡിവൈഡ് ബൈ ടൈം. വർക്കിനെ ഞാൻ വർക്ക് എന്ന് എഴുതി, ടൈം 48. സോ അത് ഞാൻ എഴുതിയിരിക്കുന്നത് 1/48 × W. സോ ഇത് അതുപോലെ എഴുതുവാണെങ്കിൽ 1/96 × W. ഇയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, ഇയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, അത് തന്നെയല്ലേ ഇവർ മൂന്നോട് ഒരുമിച്ച് ചെയ്യുന്ന ഈ വർക്ക്. സോ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 4B which is equal to ഇവിടെ 60, 96 അല്ല 16 ആണ്. സോ 16W - 1/48W. 4B 4 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ so B is equal to 1/48 × 2 of W. So B which is equal to 1/96 of W. ഇതിനർത്ഥം എന്താ? എഫിഷ്യൻസി is equal to വർക്ക് ബൈ ടൈം. വർക്ക് W ഉണ്ട്, ടൈം 96. അപ്പോൾ ടൈമാണ് 96. അപ്പോൾ ടൈം കിട്ടി. ഇത് നമുക്കിതിനെ നമ്മൾ ചെയ്യാനുള്ള അസംപ്ഷൻ ഓഫ് എഫിഷ്യൻസി വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ A, B, C ഉണ്ട്, A + B + C ഉണ്ട്. ഇവർക്ക് 48, 16 ടൈം. അപ്പോൾ ഞാൻ ഇവരുടെ രണ്ടുകൂടെയും കൂടെ LCM ആയിട്ടുള്ള 48 തന്നെ എന്താക്കി എടുത്തു? 48 യൂണിറ്റ് ആക്കി എടുത്തു വർക്ക്. ഓക്കെ, അപ്പോൾ സിയുടെ എഫിഷ്യൻസി 1 യൂണിറ്റ്, ഇതിൻ്റെ 3 യൂണിറ്റ്. പിന്നെ അറിയാം, നമുക്കറിയാം ഈ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ബിയുടെ എഫിഷ്യൻസി ആണ്. 3EB എന്ന് എഴുതാം. ഇവിടെ നമുക്ക് EB എന്ന് എഴുതാം. A + B + സിയുടെ എഫിഷ്യൻസി 3 യൂണിറ്റ്, അതിൽ സിയുടെ എഫിഷ്യൻസി 1 യൂണിറ്റ്. 3 1 പോയി കഴിഞ്ഞാൽ A + ബിയുടെ എഫിഷ്യൻസി 2 യൂണിറ്റ്. അത് തന്നെയാണ് 3 + EB 4EB. സോ അടുത്ത് EB എന്ത് കിട്ടും? 1/2 യൂണിറ്റ് എന്ന് കിട്ടും. അതായത് 1/2 യൂണിറ്റ് ആണ് ബിയുടെ എന്തെന്ന് പറയുന്നത് എഫിഷ്യൻസി. ഇനി എത്ര നമുക്ക് വർക്ക് ഉണ്ട്? 48. സോ 48 യൂണിറ്റ് ഡിവൈഡ് ബൈ 1/2 യൂണിറ്റ് which is equal to 96 days കിട്ടും. മെൻ 1 9 hours എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. മെൻ 2 ആണെങ്കിൽ 10 hours എടുക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ചാണെങ്കിൽ എത്ര എടുക്കും? 5 hours എടുക്കും. സോ നമുക്ക് വർക്ക് അസ്യൂം ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ LCM ആയിട്ടുള്ള
90-നെ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു, വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നു. സോ എഫിഷ്യൻസി എന്ത് വരും? ഇവിടെ 10 യൂണിറ്റ് വരും, ഇവിടെ ആണെങ്കിൽ 9 യൂണിറ്റ് വരും, ഇവിടെ ആണെങ്കിൽ 15 യൂണിറ്റ് വരും. സോ ഇവിടെ നിന്ന് ക്വസ്റ്റൻ പറയുന്നത് പറഞ്ഞാൽ വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പം ദേ വർക്ക് ടുഗദർ ദെൻ ദേ യൂസ് 20 ലെസ് ബ്രിക്സ് പെർ അവർ. ഓക്കെ, അപ്പോൾ ബ്രിക്സ് ഉദ്ദേശിക്കുന്ന വർക്കാണ്. ഇവിടെ ഒരു അവറിൽ 18 യൂണിറ്റ് വർക്ക് ചെയ്യും, രണ്ടുപേരും കൂടെ ചേർന്ന്. ഒരു അവറിൽ 9 യൂണിറ്റ് വർക്ക് ഇയാൾ മാത്രം ഒരു അവറിൽ 10 യൂണിറ്റ് വർക്ക്. ഇവിടെ അവറിലായതുകൊണ്ട് ഇത് പെർ അവറാണ്, ഇത്ര യൂണിറ്റ് പെർ അവറാണ്, ഇതും പെർ അവറാണ്, ഇതും പെർ അവറാണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അവറിൽ ഇയാൾ 10 ചെയ്യും, ഇയാൾ മാത്രമാണ് 9 ചെയ്യും. ഒരു രണ്ടുപേരുടെ കൂടെ കേസ് പ്രത്യേകം പരിഗണിക്കുകയാണെങ്കിൽ 10, പക്ഷേ രണ്ടുപേരും വർക്ക് ചെയ്തപ്പോൾ 18 വന്നോളൂ. സോ ഇതാണ് അവർ പറയുന്നത്, ഒരു യൂണിറ്റ് ആണ് 20 എന്ന് പറയുന്നത്. സോ ഒരു യൂണിറ്റ് 20 ആണെങ്കിൽ നമുക്ക് വർക്ക് എന്താണ്? വർക്ക് നമ്മുടെ 90 യൂണിറ്റ് ആണ്. 90 × 20 1800.